അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെ വീട്ടിലെ സന്തോഷ നിമിഷങ്ങൾ. താൻ ഏറെ ആഗ്രഹിച്ച കൊതിച്ച തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയെ പെണ്ണ് കാണാൻ പോവാണ്. ഷമ്മാസും ഉമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ല മോനെ, പെണ്ണിനെ കാണാൻ പോകുമ്പോഴേ എങ്ങനെയാണ് ഈ പോണത്? ഉമ്മ, നിങ്ങൾക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്. മോനെ, നീ എന്താ ഇങ്ങനെ? നിനക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാണ് ഞാൻ വേറെ ഒരു കണ്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യം? എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാക്കും ഇഷ്ടപ്പെടുന്നു, നിനക്കറിയില്ലേ? എൻ്റെ കുട്ടി എങ്ങനെയുള്ള കുട്ടീനെയാണ് കണ്ടുപിടിക്കാന്നൊക്കെ ഉമ്മാക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഇങ്ങനെയുള്ള നടക്കുന്ന കുട്ടികളൊന്നും എൻ്റെ കുട്ടി കണ്ടുപിടിക്കൂലല്ലോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേറൊരു പോക്കിന് നിൽക്കണ്ട ഉമ്മ. അത് പിന്നെ ഒന്ന് കണ്ടു വന്നിട്ട് പിന്നൊരിക്കൽ. അല്ല മോനെ, ഇനിയും ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടിയുണ്ടാക്കി എന്തിനാണ്? നമ്മൾ പോരെ. ഇനി ഇൻഷാ അല്ലാ നിക്കാഹും കല്യാണമൊക്കെ നല്ല ഉഷാറായിട്ട് നടത്താം. പെണ്ണ് കാണാൻ ഒരുപാട് ആൾക്കാരെ കൂട്ടായാണ് നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ പിന്നെന്താ? പിന്നെ അയൽവാസികളെയും കുടുംബക്കാരെയും എല്ലാവരും കൂടി വിളിച്ച് കൂട്ടി പോകുമ്പോഴത്തേനും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ പിന്നെന്താ? എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്നാൽ പിന്നെ ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഷമ്മാസ് ചിരിച്ചു. ഷമ്മാസ് ശരിക്കും അത് കേട്ടപ്പോൾ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. കാരണം ഷമ്മാസിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഉമ്മാക്കെങ്ങാനും ഇഷ്ടപ്പെടാതിരിക്കുമോ, അതുപോലെ സാജിത്താക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ളൊരു ടെൻഷന് ഷമ്മാസിന് ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉമ്മയുടെ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസ് ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചു. മോനെ, എന്നാ പിന്നൊരു പോക്കിന് നിൽക്കണ്ട, ഇതിന്മേലാണ്ട് ഉറപ്പിക്കുക. അതിനെൻ്റെ കുട്ടി എന്തൊക്കെയോ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തൊക്കെയോ വാങ്ങുമല്ലോ, എന്തിപ്പോൾ അതിൻ്റെ പേരാണ് എനിക്ക് കിട്ടണില്ല. ആ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങണം മോനെ. ഉമ്മ, അതെന്താ? എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. എന്തായാലും സാധ്യത വരട്ടെ അല്ലേ? ഞാൻ പോയി കൊണ്ടുവരണോ? ഷമ്മാസ് ഉമ്മയോട് ചോദിച്ചു. അതിന് ഓളെ തിരക്ക് കഴിഞ്ഞാൽ എന്താവോ, ഒന്ന് വിളിച്ചു നോക്കുന്നാൽ. ഷമ്മാസ് അതാ സാജിദാക്ക് വിളിക്കുന്നു. സാജിദ, ഹലോ, എപ്പോഴാണ് വരുന്നത് നീയും കുട്ടികളും? ഞങ്ങളിതപ്പോൾ വരാൻ നിൽക്കുകയാണ്. വണ്ടിയിൽ എണ്ണ ഉണ്ടോ എന്താവോ നോക്കിയിട്ടുമില്ല. ഈയിടെ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വാ, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് അതിലാണ് പോരാലോ. ആയിക്കോട്ടെ, എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഉമ്മ, ഞാൻ സാജിദയെയും മക്കളെയും കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഷമ്മാസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനൊരുങ്ങുമ്പോഴാണ് ഉമ്മ അത് പറഞ്ഞത്. മോനെ. എന്തുമ്മ? അത് സാജിനെയും കുട്ടികളെയും കൊണ്ടുവരാൻ പോവാണ്. പക്ഷേ എൻ്റെ മൂത്തച്ചി ഫസീലാനെയും കുട്ടീനെയും കൊണ്ടുവരണ്ടേ? നവാസാണെങ്കിൽ വാശിയിൽ നിൽക്കുകയാണ്. എനിക്ക് എന്താ അറിയില്ല, വല്ലാത്തൊരു സങ്കടമാണ് ഇങ്ങനെ തെറ്റിയും പിണങ്ങിയൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ. മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം, അതന്നെ എൻ്റെ ആഗ്രഹം. മരുമക്കളെ കൂടെ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഓലിങ്ങനെ പിണങ്ങിയും തെറ്റൊക്കെ നടക്കുമ്പോഴേ എനിക്കെൻ്റെ മനസ്സൊക്കെ ബേജാറാണ്. ഉമ്മ പറഞ്ഞതല്ലേ ഇത്തയോട് ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ? മോനെ, ഞാൻ പറഞ്ഞതാണ്. എന്നാലും ഒരു വീട്ടിൽത്തോലിങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ ഉമ്മ? എന്താ ചെയ്യുക, ഓരോരുത്തരുടെ വാശി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നവാസ്കയോടും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പോയിക്കോളിയെന്നും പറഞ്ഞു. പിന്നിപ്പോൾ മോനിപ്പോൾ തൽക്കാലം ചെല്ല്, സാജിനെയും കുട്ടികളെയും കൂട്ടിപ്പോര്. അല്ല എന്താ ചെയ്യുക, എല്ലാവരും ഇങ്ങനെ വാശി പിടിച്ച് നിന്നാൽ. അല്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ഞാൻ വിളിച്ച് നോക്കട്ടെ കേട്ടോ. ഉമ്മ ഒന്ന് വിളിച്ച് നോക്കി. എന്നാൽ പിന്നെ ഉമ്മാക്കും വണ്ടിയിൽ കയറിയാലേ സാജിത്താനെ കൂട്ടാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ഫസീലത്തെ കൂട്ടിയിട്ട് വരായിരുന്നു. എന്നിട്ട് സാജിത്താനെയും കൂട്ടി പോരാ, അതല്ലേ സുഖം. ഉമ്മ അതാ ഫസീലയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മയുടെ മനസ്സ് അത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഉള്ളിൽ സ്നേഹമാണ്. ഉമ്മ വിളിക്കുന്നു. ഫോണിൻ്റെ ബെല്ലടി കേട്ട് ഫസീലയുടെ ഉമ്മ അതാ പറഞ്ഞു. ഫസീല, എൻ്റെ ഫോണ് തടിക്കണേ, കുറച്ച് നേരമായി, നിങ്ങൾക്കൊന്ന് എടുത്ത് നോക്കിക്കൂടത്? അല്ലേ, എനിക്ക് വരുന്ന ഫോണിപ്പോൾ ഞാൻ എടുത്താൽ എനിക്ക് പറ്റൂലല്ലോ. ചിലപ്പം എടുത്താൽ എന്തിനാ നിങ്ങൾ എൻ്റെ ഫോൺ എടുക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഇതിപ്പോൾ നവാസ്ഖാൻ്റെ അമ്മയാണല്ലോ, എന്താണാവോ? ഹലോ ഫസിയേ, മോളെ, ഞങ്ങൾ മറ്റന്നാൾ പെണ്ണ് കാണാൻ പോകണം ഷമ്മാസെ. അത് നിങ്ങൾ പറഞ്ഞതല്ലേ, എന്തിനാ പിന്നെ എന്നോട് ഇങ്ങനെ പറയണത്? അതല്ലേ, നീ പോരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്.
ഞാൻ പോരുന്നില്ല. നിങ്ങളെ മോൻ്റെ സ്വഭാവം ആദ്യം നിങ്ങളും നന്നാക്കി. നിങ്ങളെ മോനെ എന്നോട് ഇതുവരെ വിളിച്ചിക്കണോ? എത്ര ദിവസമായിപ്പോൾ ഇത്? മോളെ, എൻ്റെ ഭാഗത്തിനല്ല തെറ്റ്. എനിക്ക് തിരിച്ചു വന്നിങ്ങോട്ട് വിളിച്ചുകൂടെ? കാരണം ഈ അല്ലേ ഇറങ്ങിപ്പോയത്. അല്ലെങ്കിലും എന്നെ കിട്ടൂല കേട്ടോ ആ രീതിയിലുള്ള പരിപാടിക്കൊന്നും. തിരിച്ചങ്ങോട്ട് വിളിക്കുക ഉളുപ്പില്ലാതെ. ഞാൻ ഇവിടെ നിന്നോളാം, എന്തായാലും വേണ്ടില്ല. നിങ്ങളങ്ങോട്ടെങ്കിലും പോവേ വരെ എന്തെച്ച് ചെയ്തോളൂ. എനിക്കിപ്പോൾ എന്താ? എനിക്കല്ലെങ്കിലും ഷമ്മാസിനായിട്ടുള്ള ആ കല്യാണവും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. ഞാനായിട്ടില്ല കൂടണമില്ല. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ. ഫസീലയുടെ ആ പഴയ സ്വഭാവം തന്നെ, ഒരു മാറ്റവുമില്ല. ഉമ്മ അതെല്ലാം കേട്ട് ഫോൺ പിടിച്ച് സ്തബ്ധയായി നിന്ന് പോയി. ഷമ്മാസ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്തോ ഉമ്മ, എന്താ നിങ്ങളൊന്നും പറയാത്തത്? അവിടെ നിന്ന് മാത്രമേ ഇങ്ങോട്ട് സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. എന്തപ്പോ നിങ്ങളെന്താ റീപ്ലൈ കൊടുക്കാത്തത്? അപ്പോഴേക്കും അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. മോനെ, എന്താ ഞാൻ പറയാ, എനിക്ക് എന്തെങ്കിലും പറയാൻ ഒരു ഗ്യാപ്പ് അവൾ തരണ്ടേ? അത്ര അങ്ങോട്ട് പറഞ്ഞ് സെറ്റാക്കി വെച്ചു. ഉമ്മ, ഇഷ്ടമല്ലാത്തൊരു കൊണ്ടുപോകണ്ട. മനസ്സിന് സന്തോഷമുള്ളവരും ദയുള്ളവരും മാത്രം വന്നാൽ മതി. എന്തിനാ വെറുതെ? മോനെ, ഒന്നുമല്ല. എന്നാലിപ്പോൾ നമ്മളെ വീട്ടിൽ കഴിഞ്ഞവരനല്ലേ, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാണ്. ഇനിയിപ്പോൾ ഷാനിനെ ഓൻ വിടുവെന്നാവോ. ഷമ്മാസിൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് ഉറപ്പില്ല. ഓൻ്റെ ഓരോ സ്വഭാവത്തിനനുസരിച്ച് എങ്ങനെയൊക്കെയാണാവോ. ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, പോയി വേഗം വാവട്ടോ. കൂടുതൽ സമയം സംസാരിക്കാനും നിൽക്കണ്ട, വേഗം പോകുന്നോണ്ട്. ഉമ്മ, അവിടെ ഒരു ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവരോട് 1-2 കാര്യങ്ങൾ മിണ്ടി പറയണ്ടേ? നമുക്ക് അനുഗ്രഹം വാങ്ങണ്ടേ വയസ്സായവരതൊക്കെ? അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങോട്ട്. ആയിക്കോട്ടെ മോനെ, അതൊക്കെ പിന്നെ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഷമ്മാസ് അതാ സാജിത്തയുടെ വീട്ടിലേക്ക് കുതിക്കുന്നു. സാജിത്തയുടെ ഉമ്മയും ഉപ്പയും അവിടെ സിറ്റ് ഔട്ടിൽ തന്നെയുണ്ട്. ആഹാ, ആരിത്? മോനോ? കുറേ ആയല്ലേ കണ്ടിട്ട്. എന്തൊക്കെയാ കുട്ടിയെ വർത്താനം? ഉമ്മ, ഉപ്പ, അൽഹംദുലില്ലാ റാഹത്താണ്. നിങ്ങൾക്ക് സുഖല്ലേ ഉപ്പ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ? അസുഖം എന്തെങ്കിലും ഉണ്ടോ? അസുഖം മോനെ, ഈ പ്രമേഹം പ്രഷറൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, തട്ടിമുട്ടി അങ്ങനെ. മോളെ സാജിയെ, ദാ എൻ്റെ ആങ്ങളക്കുട്ടി വന്നിക്കണ്, ഓനക്ക് ചായ കൊടുക്ക്. എത്തിയോ ഷമ്മാസിയെ? അപ്പോഴേക്കും അവളുടെ മക്കളെ മാമന് വന്നു എന്ന് പറഞ്ഞിട്ടതാ അവൻ്റെ അടുത്തേക്ക് വരുന്നു. അവർക്ക് കൊടുക്കുവാൻ വേണ്ടി നൽകിയ അതെല്ലാം അവരുടെ കയ്യിൽ കൊടുക്കുന്നു. ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കരുതിയിരുന്നു. അത് ആ ഡൈനിങ് ടേബിളിലും ഷമ്മാസ് കൊണ്ടുപോയി വെച്ചു. മോനെ, ഇതൊക്കെ എന്തിനാടാ? ഇവർക്ക് എപ്പോഴും ഇതന്നല്ലേ പണി. അത് സാരല്ല, മക്കളല്ലേ. ഉമ്മ, ഉപ്പ, നിങ്ങളിത് കഴിച്ചോളൂ കേട്ടോ. അല്ല കുട്ടിയെ, കല്യാണക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പഠിച്ചോ റാഹത്തിലാക്കി തരട്ടെ. ഞാൻ അപ്പളേ പറഞ്ഞേക്കണ്. എൻ്റെ ആങ്ങളക്കുട്ടിക്ക് കിട്ടുന്ന പെണ്ണിന് നല്ല കുട്ടിയാവട്ടെ. കാരണം എന്താ, ഓൻ്റെ ആ സ്വഭാവം, ആ കാട്ടിക്കൂട്ടലേ, അത് മറ്റാർക്കും കിട്ടിയിട്ടില്ല അവിടെ. കുട്ടികളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയ മാമനാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അതങ്ങനെ ഓരോ പെരുമാറ്റം കൊണ്ട്. അപ്പോഴേക്കും അതാ സാജിത ചായയുമായി വരുന്നു. സാജിത്ത, അതൊന്നും വേണ്ട, നമുക്ക് വേഗം പോകാം. അല്ല, മറ്റന്നാളല്ലേ പോകുന്നത്? അതിനെന്താ എനിക്ക് ഇന്ന് തന്നെ തിരക്ക്? അല്ലേ, എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ. പെങ്ങൾ കൊണ്ടുവന്ന ആ ചായ അതാ ഷമ്മാസ് കുടിക്കുന്നു. ഉപ്പ, ഉമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സാജിത്ത, എന്നാൽ മാറ്റിക്കോ. മക്കളെല്ലാം മാറ്റി നിന്നിരുന്നു. സാജിതയും മാറ്റി. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാട്ടാ ഉമ്മ, ഉപ്പ. ആയിക്കോട്ടെ, മദ്രസും സ്കൂളൊന്നും ഒഴിവാക്കണ്ടട്ടാ, വേഗം കണ്ട് പോന്നോണ്ടി. അത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്നത് പതിവായതുകൊണ്ട് തന്നെ സാജിത അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അളിയൻ ഇപ്പോൾ ബാംഗ്ലൂർ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ അളിയൻ ഇപ്പോൾ സ്ഥലത്തില്ല. ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. പിന്നെ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. കാറിൽ കയറിയ സാജിത അതാ ആങ്ങളയോട് ചോദിക്കുന്നു. അല്ല ഷാമോനെ, എന്താ മറ്റന്നാളല്ലേ നമ്മൾ കാണാൻ പോകുന്നത്? അതെ, മറ്റന്നാളെയാണ്. സാജിയ ഉമ്മ പറഞ്ഞിരുന്നു എന്തൊക്കെയോ വാങ്ങണമെന്നോ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അല്ല ചെക്ക, അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ മിഠായിയൊക്കെ കൊടുക്കലേ? ഇതിപ്പോൾ നമുക്ക് പറ്റാതിപ്പോൾ എങ്ങനെ? സാജിതയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇവള് ഇത് കുളമാക്കോ എന്ന് ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചു. സാജിത, അതെ, ഉമ്മ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ, അപ്പോൾ പിന്നെ മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പോവാം. ഇനി അത് അങ്ങനൊരു ചടങ്ങ് വേണ്ട. അങ്ങനൊരു ചടങ്ങ് വേണ്ട.
പിന്നെ നമുക്ക് ഇൻഷാല്ല നിക്കാഹോ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവരും വിളിച്ച് ഫുഡ് കൊടുക്കുക, അതാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഇപ്പോൾ ഒരുപാട് ആളുകളെ കൂട്ടി പോകണ ആ ഒരു സ്വഭാവം വേണ്ടെന്ന് പറഞ്ഞു. പൊന്നാര ചെക്ക, അങ്ങനെയൊന്നും പറ്റൂല. പെണ്ണ് കാണാൻ പോകുമ്പോഴേ ഇനിയിപ്പം ഈ കണ്ടു, ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ നമ്മൾ മിഠായി കൊടുക്കാൻ പോകുമ്പോഴേ ചെറിയ രീതിയിലൊന്നും പോകാൻ പറ്റൂല കേട്ടോ. പിന്നെന്താ, അത്യാവശ്യം എന്തെങ്കിലും സ്വീറ്റ് വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയല്ല, അങ്ങനെയാണ് ഞാൻ വരുന്നില്ല കേട്ടോ. പിന്നെന്താ, അതേ ഹാമ്പറൊക്കെ വാങ്ങണം. ഹാമ്പറോ? അതെന്താ? ഈ മിഠായിൻ്റെ ഒക്കെ ഒരു ബൊക്ക ഉണ്ടാവില്ലേ, എല്ലാ ചോക്ലേറ്റ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഓരോ കപ്പലിലാക്കിയിട്ടും ഓരോ ട്രേയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ച് മേലെ നെറ്റ് കൊണ്ടൊക്കെ പൊതിഞ്ഞ് അങ്ങനത്തെ ടൈപ്പ്. അതൊക്കെ വേണം. പിന്നെന്താ, നമ്മൾ എത്ര ആളാണ് പോകുന്നത് അതിനനുസരിച്ച് ഓരോ ബോക്സ് എല്ലാവരുടെ കയ്യിലും വേണം. അങ്ങനെയാണ് ഇപ്പോൾ ഇത്താത്ത. അതൊക്കെ ഒരു വേണ്ടാത്ത ഏർപ്പാടല്ലേ? വേണ്ടാത്ത ഒന്നല്ല ഷമ്മാസേ, ഇപ്പം നാട്ടു നടപ്പാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഉമ്മയും മാത്രമാണോ പോകുന്നത്? വേറെ ആരുമില്ലേ? ഫസീലത്ത് വരുമോ? ഫസീലത്ത് വരുന്നതൊന്നും തോന്നണില്ല. ഇനിയിപ്പോൾ ഉമ്മയുടെ അനിയത്തിമാരൊക്കെ അയൽവാസികളോ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇത് അങ്ങനെയൊന്നുമില്ലല്ലോ. ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് നടത്തുകയല്ലേ, അല്ലാതെ കൂടുതലായിട്ട് ഇൻഷാല്ലാ നമുക്ക് നിക്കാഹിനെ നമുക്ക് ഉഷാറാക്കാം. അല്ല ചെക്ക, ശരിക്കേ നമ്മൾ ഈ മിഠായി കൊടുക്കാൻ പോകുമ്പോഴേ ഓരോ ആളുകളുടെ കയ്യിലും ഓരോ ഹാമ്പർ ഉണ്ടാവും. അതായത് അത്രക്കും ഈ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റാക്കി വെച്ച, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങൾ, അത് ഓരോരുത്തരും കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയാണ്. പിന്നെ മണവാട്ടിയോളം ഹൈറ്റിൽ ഡയറി മിൽക്കും കാര്യങ്ങളും അതും ഇതൊക്കെ വെച്ച് സെറ്റാക്കി ഒരു പിരമിഡ്, അതൊക്കെ ഉള്ളതാണ്. എന്താണ് ഈ, എനിക്കൊന്നും അറിയില്ലേ എൻ്റെ സാജിത്ത. അതൊക്കെ വേണ്ടാത്ത പ്രവൃത്തിയാണ്. അതൊക്കെ ആരാ കൊണ്ടുവന്നത്? അതിപ്പോൾ ആരാ കൊണ്ടാവാത്തത്? അങ്ങനെ എല്ലാവരും കൊണ്ടുപോട്ടോ. അതൊക്കെ പെണ്ണ് കാണാമെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, പെണ്ണ് കാണാൻ പോകുമ്പോൾ. അതൊക്കെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ല. അത് വേറുണ്ട്. എന്നാലും ഉമ്മ പറഞ്ഞല്ലോ സ്വീറ്റ്സ് കൊണ്ടുപോകാമെന്ന്. കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകണം, അല്ലാതെ മോശമാക്കാൻ പാടില്ല കേട്ടോ. അല്ലാതെ ഈ വിചാരിച്ച പോലെ പണ്ടത്തെ ഒരു പാക്കറ്റ് മിഠായും കൊണ്ടാണ് പോലല്ല. എന്തായാലും ഉമ്മയുടെ അഭിപ്രായം കൂടി ചോദിക്കാം. അവരിതാ വീട്ടിലെത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മക്കൾ വന്നോ? മോളെ ഒന്ന് ചായ കുടിച്ചോ? ഉമ്മ ചായ ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടുള്ളൂ. ഓൻ വഴിയിൽ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടാവില്ലേ? ഷമ്മാസല്ലേ, അവൻ്റെ കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറും, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിത്തരും. അത് പിന്നെ പതിവാണ്. അതുകൊണ്ട് ഓൻ്റെ കൂടെ പോകുന്നവർക്കാർക്കും വിശക്കൂല. ഉമ്മ, ഇവളെന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ഇത്താത്ത. എന്താ പറയുന്നത്? അവളെന്താ ഹാമ്പറോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ വേണം? അതിപ്പോൾ നമ്മൾ ഈ 2-3 പേരിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? 3 ആളാണെങ്കിലും 10 ആളാണെങ്കിലും ഒക്കെ കൊണ്ടാകാനുള്ളത് കൊണ്ടാകാനേ പറ്റൂല കേട്ടോ. നമ്മൾ അറക്കൽ തറവാട്ടിലെ അവസാനത്തെ കല്യാണമാണിത് മക്കളുടെ. ഇനിയിപ്പോൾ പേരക്കുട്ടികളൊക്കെ വലുതായി വന്നിട്ട് വേണ്ടേ? അപ്പോൾ ഈ ഒരു കല്യാണം നമുക്ക് അടിപൊളിയാക്കണം, പൊടിക്കണം. എന്തേ അതിന് മാത്രം നമ്മൾ ദൂരത്തടിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ഒരുപാട് ഹാമ്പറും കാര്യങ്ങളും മിഠായികളും സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും നമ്മളൊരുപാട് വാങ്ങിക്കൂട്ടി അത് ഏറ്റിക്കൊണ്ടുപോയി. അതിനേക്കാളും നല്ലത് നമ്മൾ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ നമുക്കതിൻ്റെ പ്രതിഫലമെങ്കിലും പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലേ? എൻ്റെ ഷമ്മാസേ, എൻ്റെ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിലെങ്കിലും അതൊന്ന് വിട്. ആ ദീനിയായ എൻ്റെ സ്വഭാവം ഇതേ സംഭവം വേറെ ലെവലാണ്. ഒക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാനുള്ളതാണ്. ആ ദിവസം വേണമെങ്കിൽ അളിയനും ഇവിടെ എത്തും. മോശമാക്കാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. അതായത് വെറുതെ നമ്മൾ ഒരുപാട് സ്വീറ്റ്സും കണ്ടതൊക്കെ ആവശ്യമില്ലാതെ വാങ്ങുന്നതിന് പകരം എന്തെങ്കിലും ഒരു നല്ല സാധനം വാങ്ങിക്കൂടെ? അതും എൻ്റെ മനസ്സിലുണ്ട്. എന്താ ഷമ്മാസ, എനിക്ക് പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തേ കൊണ്ടുപോയി ഫ്രൂട്ട്സൊക്കെ? അതേ, നമുക്ക് ഒരു മോശവും വരുത്താൻ പാടില്ല. നിൻ്റെ പെണ്ണ് കാണലാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ തറവാട്ടിലെ അവസാനത്തെ മോനാണ് നീ. അപ്പോൾ ഒട്ടും മോശമാക്കാൻ പാടില്ല. എൻ്റെ പൊന്നു ഇത്താത്ത, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇൻഷാ അല്ലാ നിക്കാഹൊക്കെ ഉഷാറാക്കാമല്ലോ. നിക്കാഹല്ല, അതിനു മുമ്പ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് ഇപ്പോൾ. അങ്ങനെ അതാ സാജിത്തയുടെ നിർബന്ധപ്രകാരം ഷമ്മാസും സാജിത്തയും ഉമ്മയും ആ രാത്രി പുറപ്പെടുന്നു. മോനെ, ഈ സമയമാകുമ്പോൾ കട കിടക്കുമാവും. അതൊന്നുമില്ലമ്മ, അതൊക്കെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്തത്ര ടെൻഷന്? ഷാമോനെ, അതാ ഹാമ്പറും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും സ്വീറ്റ്സൊക്കെ ഉള്ള ഒരു ഷോപ്പ്, അതാ ഗൾഫ് ബസാർ, അതിലേക്ക് കയറിക്കോ.
ഗൾഫിൽ കിട്ടാവുന്ന എല്ലാ ടൈപ്സിലുള്ള മിഠായികളും അവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു പെണ്ണിനെ കാണുവാൻ വേണ്ടി പോകുമ്പോൾ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള എല്ലാ ഹാമ്പർ വർക്കും അവർ ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്സിലുള്ളത് വേണമെങ്കിലും അവർ നമുക്ക് ചെയ്തു തരും. ഷമ്മാസിന് അതിനൊന്നും വലിയൊരു താല്പര്യമില്ലെങ്കിലും സാദിത്യയുടെ നിർബന്ധത്തിന് പിന്നെ ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല. എന്തായാലും കല്യാണമല്ലേ, പെണ്ണ് കാണല്ലേ, അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടം നടക്കട്ടെ. ഞാനൊരിക്കലും ദൂർത്തിനോട് ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തിന് ചിലവാക്കണം. പിന്നെ അത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ആ ക്യാഷ് കൊടുത്താൽ അവർക്കത് ഉപകാരപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ്. അല്ലാതെ അങ്ങനെ അതാ ഫസീല സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം സെലക്ട് ചെയ്ത് എടുക്കുന്നു. അതെല്ലാം അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റാക്കി തരും. ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ബഡ്ജറ്റിൻ്റെ കാര്യമൊന്നും വിഷയമല്ല, നിങ്ങൾ നല്ല സെറ്റാക്കി തരണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതാ ഷമ്മാസ് തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിക്ക് വേണ്ടിയുള്ള എല്ലാം സെലക്ട് ചെയ്ത് വാങ്ങുന്നു. അതെല്ലാം സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ അവളാണ് അതെല്ലാം റെഡിയാക്കിയതും സെറ്റാക്കിയതുമെല്ലാം. അവൾ കളക്ട് ചെയ്ത ഓരോ സാധനങ്ങളും അവർ നല്ല രീതിയിൽ സെറ്റാക്കി കവർ ചെയ്തു തരുന്നു. അതിമനോഹരമായ വർക്കായിരുന്നു അവരുടേത്. ഇതെല്ലാം വാങ്ങുമ്പോഴും ഷമ്മാസിൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളായിരുന്നു, എൻ്റെ ഹിജാബി, നിൻ്റെ ആ മനോഹരമായ കൈകളിൽ ഞാനിത് ഏൽപ്പിക്കൂട്ടോ. അപ്പോൾ നീ എന്നോട് പുഞ്ചിരിക്കുമല്ലോ. എൻ്റെ ഹിജാബി, നിന്നെ ഞാൻ ശരിക്ക് കണ്ടിട്ട് പോലുമില്ല. നിൻ്റെ മനോഹരമായ മിഴികൾ മാത്രമാണ് ഇപ്പോഴും എൻ്റെ കണ്ണിനുള്ളത്. ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അതാ എല്ലാ ഐറ്റംസും വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. ഷാമോൻ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ പോരെ? ഹിത്താത്ത, എന്താ ഇതൊക്കെ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, അങ്ങനെയാണ് പെണ്ണ് കാണാൻ പോലൊക്കെ. എൻഗേജ്മെൻറ്റിനായാലും പെണ്ണ് കാണാൻ പോകുമ്പോഴൊക്കെയായാലും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കൽ പതിവാണ്. ആ ഒരു ഗിഫ്റ്റാണിത്. അവർ സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം വാങ്ങി സെറ്റാക്കിയതിന് ശേഷം അടുത്തത് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് കൊടുക്കണമല്ലോ. ഉമ്മയും സാജിദയും ഡ്രസ്സുകളെല്ലാം തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഷമ്മാസത പെണ്ണ് കാണുവാൻ വേണ്ടി ഒരു ഷർട്ട് എടുക്കുവാൻ വേണ്ടി ജെൻസിൻ്റെ ആ ഭാഗത്തേക്കും പോയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഒരു കാഴ്ച അതാ ഷമ്മാസ് കാണുന്നു. തൻ്റെ ഇക്ക, അതെ, ലേഡീസിൻ്റെ ആ ഭാഗത്തുള്ള സെക്ഷനിൽ തൻ്റെ ഫൈസൽക്ക ഒരു ചുരിദാർ എടുത്തുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ വെച്ച് കൊടുക്കുന്നു. ഇതെങ്ങനെയുണ്ട് ഫസ്ന? ഇത് കൊള്ളാമോ? ഇത് അടിപൊളിയാണ്. ഹോ, അല്ലെങ്കിലും ഫൈസൽക്കാക്ക് നല്ല സെലക്ഷനാട്ടോ. അപാര ലുക്കാണ് കേട്ടോ. ഓഹ്, നമുക്ക് ഡ്രസ് കോഡ് ആക്കിയാലോ? ഫൈസൽക്ക, എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളല്ലേ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അതാണ് എനിക്കും ഇഷ്ടം കേട്ടോ. വേറെ പല പല ഡ്രസ്സുകളും എടുത്തുകൊണ്ട് അതാ ആ പെണ്ണിൻ്റെ ശരീരത്തിൽ വെച്ച് നോക്കുകയാണ്. ഷമ്മാസിന് ആ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞില്ല. അവൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ മെല്ലെ മിന്നി മറഞ്ഞു. പഠിച്ചോനെ, എൻ്റെ ഇക്കാക്കയാണല്ലോ അത്, മറ്റൊരു പെണ്ണുമായി, ഷാനിത്തയല്ലാതെ. എന്താപ്പത് ഞാൻ ചെയ്യുക? മുന്നിൽപ്പെട്ടാൽ അവനാകെ വഷളാകും. ഞാൻ എൻ്റെ ഉമ്മയോടും പെങ്ങളോടും പറഞ്ഞാലോ ഉമ്മയും പെങ്ങളും ഓടി അവൻ്റെ അടുത്തിലേക്ക് എത്തിയിട്ട് അവനെന്തെങ്കിലുമൊക്കെ ചീത്ത പറയും. ഒരു സീന് ഇവിടെ ഉണ്ടാക്കണ്ട. പഠിച്ചോനെ, അള്ളാഹുവേ, വല്ലാത്ത കാഴ്ചയാണിത്, വേദനിപ്പിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ഇക്കാക്കക്ക് അവളെ അങ്ങ് കെട്ടിക്കൂടെ എന്ന് പറയാനും എനിക്ക് ധൈര്യമില്ല. കാരണം ഇക്കാക്ക 2 ചെയ്തു വെച്ചത് എല്ലാം വേസ്റ്റായിരിക്കുകയാണ്. ഇപ്പോഴിതാ 2ാമത്തെ ഭാര്യ, അവളും സുഖമില്ലാതെ അവിടെ. അവൻ്റെ സ്നേഹം കിട്ടാതെ അവൻ്റെ ചീത്ത പറച്ചിലും അവൻ്റെ ശകാരവും കേട്ട് മടുത്തവർ. ഇവളിതാ 3ാമത്തേത്. ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലായിരിക്കും, നല്ല ബഹുമാനവും സ്നേഹവും വളരെയധികം ഇഷ്ടവുമായിരിക്കും. പിന്നീട് അങ്ങോട്ട് മറ്റൊരു പെണ്ണിനെ കാണുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. അങ്ങനെയാണ്. പഠിച്ചോനെ, നീ സ്വഭാവം നന്നാക്കി കൊടുക്ക് റഹ്മാനെ. തൽക്കാലം ഉമ്മയും പെങ്ങളും ഇതറിയണ്ട. ഷമ്മാസ് തൻ്റെ ജെൻസിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അതാ അവന് ഒരു ഷർട്ട് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തിട്ട് നേരെ ഉമ്മയുടെ അടുക്കലേക്ക്, ഉമ്മ 3 ഷർട്ട്സ് ഉണ്ട്, ഇതിലേതാണ് ഞാൻ എടുക്കേണ്ടത്? മോനെ, എൻ്റെ മോനെ ഏതിട്ടാലും ഭംഗിയാണ്, എന്നാൽ
ആ ലൈറ്റ് ബ്ലൂ അതെടുത്തോ, അതിടുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ടാകും. അല്ല, അവന് മെറൂൺ എടുക്കട്ടെ, മെറൂൺ ആകുമ്പോഴേ ഒന്നും കൂടെ ഭംഗി കൂടുമല്ലോ. പഠിച്ചോനെ, ഞാനിപ്പോൾ അത് കൺഫ്യൂഷനെയോ, ഒന്നെടുത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ രണ്ടുപേരും രണ്ടഭിപ്രായമാണ് പറയുന്നത്. സാജിയെ, നീ എടുത്തോ, ചുരിദാർ എടുത്തോ. നവാസ്കയുടെ മോളും സാജിയുടെ മക്കളും അവർക്കുമുള്ള ഡ്രസ്സ് അവരും അതാ എടുക്കുന്നു. ഉമ്മയോട് എടുക്കാൻ പറഞ്ഞു. മോനെ, എനിക്ക് അവിടെ ഉണ്ട്, ഇനിയിപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ഇനി ഇൻഷാല്ല നിക്കാഹൊക്കെ ആകുമ്പോൾ എടുക്കുക, അതായിരിക്കും നല്ലത്. സാജിയെ, ഈ എടുത്ത് കുട്ടിയാൾക്ക് കൊടുത്തോ, പിന്നെ ഫസീലാക്കുള്ള എടുത്ത് വെച്ചോ, വരുമ്പോൾ കൊടുക്കാമല്ലോ. ഉമ്മ വേണ്ട, എന്തിനാണ് വെറുതെ, കുട്ടിക്കുള്ള ഞാൻ എടുക്കേണ്ടത്, 2 മക്കൾക്കുള്ളത്. അവളെ ചിലപ്പോൾ നമ്മളെടുത്തതൊന്നും ഇടൂല വാശി കൊണ്ട്. എന്നാൽ എന്താ വെച്ചാൽ ചെയ്തോളി. ഷമ്മാസിന് നല്ല ഭയം ഉണ്ടായിരുന്നു. പഠിച്ചോനെ, ഉമ്മയുടെയും താത്തയുടെയും മുന്നിലെങ്ങാനും അവർ പെടുമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് ഇക്കാക്കാക്ക് ഒരു പോരായ്മയാകും. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരിക്കലും ഇക്കാക്ക പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല. അങ്ങനെ അതാ ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്ത് അവർ അതാ ഷോപ്പിൽ ബില്ലടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് ഷമ്മാസിൻ്റെ മുമ്പിലേക്ക് അതാ ഫൈസൽ എത്തുന്നു. ഷമ്മാസ്, നീ എന്താ ഇവിടെ? ഇക്ക, ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നായിരുന്നു, ബില്ലടിക്കാൻ. ആർക്ക്? അല്ല, ഞാൻ പെണ്ണ് കാണാൻ പോവാണല്ലോ മറ്റന്നാളെ. ഇക്കയോട് പറഞ്ഞപ്പോൾ ഇക്ക അതിനൊന്നും. ആ, പെണ്ണ് കാണാൻ പോയിക്കോ. ഒരിക്കലും ഉമ്മയും പെങ്ങളും ഉള്ളത് ഒരിക്കലും അവൻ കണ്ടില്ലായിരുന്നു. ഫൈസലിൻ്റെ പിന്നിലായിക്കൊണ്ട് ഒരു പെണ്ണും അതാ നടന്നു വരുന്നു. ഫൈസൽ ഒരു നിമിഷം അവളോട് പറഞ്ഞിരുന്നു ഒന്ന് മാറിയേക്കാൻ. പക്ഷേ ഫൈസലിൻ്റെ പിന്നാലെ വരുന്ന ആ പെണ്ണിനെ അതാ ഉമ്മയും സാജിത്യവും നേരിട്ട് കാണുന്നു. ഫൈസലേ, ഇതാരാ? ഈ എന്തെവിടെ? അതൊക്കെ ഉണ്ട് ഉമ്മ, ഒരാളെ മാത്രം വെച്ചുകൊണ്ട് നിൽക്കണമെന്ന് എവിടെയും നിർബന്ധമില്ലല്ലോ. ഉമ്മയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. സാജിത്യയുടെയും. സാജിത്താക്ക് ശരിക്കും ദേഷ്യം വന്നു. ഫൈസലേ, എന്ത് ചെറ്റത്തിലാടായി ചെയ്യണത്? നാണില്ല എനിക്ക്? അതേ, നീ നിൻ്റെ വഴിക്ക് പോയിക്കോ. ദാ ഷമ്മാസ് പെണ്ണ് കാണാൻ പോകുന്നു, അവൻ്റെ കൂടെ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതൊക്കെ എനിക്കറിയാം. ഫൈസൽ ഒരു കൂസലും ഇല്ലാതെയാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവർക്കത് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. അവർ ബില്ലടിച്ച് നേരെ അതാ ഷമ്മാസിൻ്റെ കാറിൽ വന്നിരിക്കുന്നു. എൻ്റെ പൊന്നാര ഷാമോനെ, എന്താണ് ആ ചെക്കൻ്റെ ഒരു സ്ഥിതി എനിക്കറിയില്ല. ഇനിയിപ്പോൾ എത്രണ്ണത്തിനാണ് കൊണ്ടുവരിക? ഇപ്പോൾ ഓൾ ഇടങ്ങാറായിക്കണ്, ഷാനി ഇടങ്ങാറായി നിൽക്കുകയാണ്, വേണ്ടില്ലെന്ന് നിൽക്കണ്. എന്നാലും ആ ആദ്യത്തെ പെണ്ണ് രക്ഷപ്പെട്ടത് ഭാഗ്യട്ടോ, അല്ലെങ്കിൽ ആ പെണ്ണ് കഷ്ടപ്പെട്ട് ഇടങ്ങാറായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ മറ്റൊരുത്തിന് ആയിട്ട് നടക്കണില്ലേ, ഫാൻസിയിലൊക്കെ ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടും, ആർക്കറിയാം. ഉമ്മ, അത് സാരല്ല, എന്തപ്പോൾ ചെയ്യുക, എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. എന്തായാലും പഠിച്ചോൻ കാക്കട്ടെ, ഇക്കാക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഷമ്മാസും ഉമ്മയും സാജിത്തയും അതാ സാധനങ്ങളുമായി വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ, ഉള്ളതൊക്കെ പരിയിൽ അങ്ങനെ ആയിപ്പോയി. ഇനി കിട്ടുന്ന പെണ്ണെങ്കിലും ഒരു ഹയറായൊരു പെണ്ണായാൽ മതിയായിരുന്നു. മറ്റേതൊക്കെ രണ്ടും കണക്ക് തന്നെ. ആണുങ്ങളും കണക്ക്. നവാസ് പിന്നെയും പാവാണ്, പിന്നെയും ഓൻ്റെ ആ പെണ്ണുങ്ങളെ അങ്ങനെ ബാക്കിൽ കൂടി നടന്ന് ഏതായാലും ഓളിട്ട് പോയില്ലേ. അങ്ങനെ ഒരിക്കലും നമ്മൾ കാട്ടി കൊടുക്കാൻ പാടില്ലല്ലോ. കുറച്ചൊക്കെ ആണുങ്ങൾക്കൊരു വില വേണം. ഫൈസലാണെങ്കിൽ കുറച്ച് ഏറിയിട്ടും പോയി, നവാസാണെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടും പോയി. ഷമ്മാസേ, എങ്കിലും ഒന്ന് നല്ല രീതിയിൽ നിൽക്കട്ടെ. സാധാരണ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും എങ്ങനെ നിൽക്കണേ അതുപോലെ നിങ്ങളെങ്കിലും ഒന്ന് ജീവിക്കണം, ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഇതൊക്കെ തലതിരിഞ്ഞ സൈസാണ്. സാജിത്ത, അതൊക്കെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെയ്യായിരിക്കും. എല്ലാവർക്കും പഠിച്ചോൻ പുറത്ത് കൊടുക്കട്ടെ. അല്ല ഷമ്മാസേ, എനിക്ക് എപ്പോഴും ഇതന്നെ പറയാനുള്ളൂ. അതിന് ഓനൊരാളെയും കുറ്റം പറയില്ല, ഓനാ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഓൻ അങ്ങനെയൊക്കെ പറയണത്. സന്തോഷത്തോടെ അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. ഷമ്മാസിൻ്റെ അലമാരയിൽ അതാ സാജിത്ത എല്ലാ ഡ്രസ്സും കാര്യങ്ങളും സ്വീറ്റ്സും എല്ലാം അടക്കി ഒതുക്കി വെക്കുന്നു. പിന്നെ ഇനി നാളെ രാവിലെ ഞാൻ പോകട്ടോ. കുട്ടികൾക്ക് സ്കൂളും മദ്രസും ഉള്ളതാണ്. പിന്നെ ഞാൻ ഇൻഷാല്ല വൈകുന്നേരം വരണ്ടേ. പിന്നെ മറ്റന്നാളല്ലേ നമ്മൾ പോണത്. സാജിത്ത, ഇനിയിപ്പോൾ പോകാൻ നിൽക്കണോ? അതിനെന്താടാ, ഒഴിവാക്കാൻ പറ്റൂല, അതാണ്. ആ രാത്രി അതാ ഷമ്മാസിൻ്റെ സുന്ദര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവൻ ഉറങ്ങുകയാണ്.
ഹിജാബി, നിനക്കുള്ളതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരും കേട്ടോ. ഞാനും ഉമ്മയും ഇത്താത്തയും കൂടി വരും എൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയെ കാണുവാൻ വേണ്ടിയിട്ട്. നുസൈബയെ മറ്റന്നാളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം അതാ ഹുസൈനാജിയുടെ ചെവിയിലുമെത്തി. പെണ്ണുങ്ങളെ കാണാൻ വരുന്നുണ്ടല്ലോ, മജീദ് പറഞ്ഞു. ആഹാ, ആണല്ലേ, മറ്റന്നാളെ? ആയിക്കോട്ടെ. അതിൻ്റെ ആചാര്യങ്ങൾ അങ്ങനെ പറയണത്? അല്ലേ, ഒന്നുമില്ല, പെണ്ണ് കണ്ടോട്ടെ, പോയിക്കോട്ടെ, അതിന് ഞമ്മക്കിപ്പോൾ എന്താ, ഒന്നുമില്ലല്ലോ. ആ രാത്രി തന്നെ അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഹുസൈനാജി വിളിക്കുന്നു. ഹലോ, ഷമ്മാസ് അല്ലേ, ഇത് ആചാര്യാണ് കേട്ടോ. എന്തേ ആചാര്യ പറയ്. അല്ലേ, നമ്മൾ അട്ടപ്പാടിക്കുള്ള ആ ഒരു യാത്രനെ കുറിച്ച് നാളെ തന്നെ പോകണം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ആടിന് മുമ്പ് തന്നെ നമുക്ക് നാളെ തന്നെ പോയിട്ട് സംഭവമൊക്കെ സെറ്റാക്കി വരണം. നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ മതി കാര്യങ്ങളൊക്കെ പറ്റിയൊരു ഏരിയ. നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പീഡ് റൂമോ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല, അത്യാവശ്യമാണതേ. അപ്പോൾ നാളെ തന്നെ നമുക്ക് പുറപ്പെടണം. ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ? ഇല്ല, മറ്റന്നാളെ പിന്നെ ആചാര്യ എനിക്ക് മറ്റന്നാളൊരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നാളെ തന്നെ ഒന്ന് നമുക്ക് അങ്ങോട്ട്. ആയിക്കോട്ടെ, നാളെ തന്നെ. അപ്പോൾ സമയമൊക്കെ ഞാൻ പറയാം, അതിനനുസരിച്ച്. ഷമ്മാസേ, നീ നിൻ്റെ വണ്ടി എടുത്തോണ്ട്. ഇന്ത്യയിൽ ചിലപ്പോൾ 3-4 ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇന്ത്യ പിന്നെ അത്ര ഉറപ്പിക്കണ്ട, അപ്പോൾ അതുണ്ടാവും. എന്തായാലും വഴികാട്ടി ഏറ്റവും ലൊക്കേഷൻ കാര്യങ്ങൾ അതൊക്കെ ഞാൻ എനിക്ക് അയച്ചു തരണ്ട്, ഒന്നും വിഷയമില്ല. ഞാൻ എൻ്റെ കൂടെ ഞാൻ എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലൊക്കേഷൻ തന്ന ഭാഗത്തേക്ക് ഈ അങ്ങോട്ട് പോയിക്കൊണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൂടുതൽ വാഹനമില്ലാത്ത ഏരിയയാണ്, അതുപോലെ കൂടുതൽ കടകളും മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ഏരിയ ആ ഒരു ഭാഗത്തേക്കാണ്. ആ ഭാഗത്തൂടെ നമ്മളെ റൂട്ട്. അവിടെ എത്തിയ പിന്നെ കഴിച്ചില്ലായി, കുഴപ്പമില്ല. ആയിക്കോട്ടെ ആജിരെ, നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാ. ഷമ്മാസിന് അത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. പഠിച്ചോനെ, എൻ്റെ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പും ഒരാൾക്കൊരു സഹായം ചെയ്യാമെന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യമാണല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആ രാത്രി സന്തോഷത്തോടെ അതാ ഷമ്മാസ് ഉറക്കിലേക്ക് വഴുതി വീഴുന്നു, തൻ്റെ ഹിജാബിയെ ഓർത്തുകൊണ്ട്. സമയം 4 മണിയായപ്പോൾ ഷമ്മാസ് ഞെട്ടി ഉണർന്നു. അല്ലാ, തഹജ്ജുദ്. പെട്ടെന്നവൻ ഫ്രഷായി ഉളൂഹ് ചെയ്ത് നിസ്കരിച്ചു. നേരെ പള്ളിയിലേക്ക്. ഉസ്താദിനെ കണ്ട് സംസാരിച്ചു. സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഷമ്മാസേ, എല്ലാം സെറ്റല്ലേ? ഉസ്താദേ, അതെ, നാളെയാണ് കേട്ടോ പോകുന്നത്. പഠിച്ചോ ഹയറിലാക്കട്ടെ. അതിനു മുമ്പായിട്ട് ഇന്ന് എനിക്കൊരു അട്ടപ്പാടി യാത്രയുണ്ട്. അട്ടപ്പാടിയിലേക്കോ? അതെന്താ ഈ ഒരു സമയത്ത്, ഇത്രയും മഴയുള്ള സമയത്ത്? അല്ലേ, അവിടെ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ, ഒന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ ഏരിയയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ വിളിച്ചതാണ്. ആണല്ലേ ഷമ്മാസേ, ഇനിയിപ്പോൾ ഈ ഒരു ടൈമിന് ഈ പോകണോ? ഇനിയിപ്പം മിഠായി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് സാവധാനത്തിൽ പോയാൽ പോരെ? അല്ലേ, ഇന്നാണ് അവർക്ക് ഒഴിവ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇന്ന് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, അല്ലെങ്കിലും ഒരാൾ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഈ അത് വേണ്ടാന്ന് പറയില്ലല്ലോ. ഓൾക്ക് ഏതൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണല്ലോ ഈ. പഠിച്ചോ ഹയറാക്കട്ടെ. എന്നാൽ ഉസ്താദ് ശരി, അസ്സലാമു അലൈക്കും. നാളെ കാണാം ഇൻഷാ അല്ലാ. പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ഉപ്പയുടെ ഖബറിൻ്റെ അടുത്തുനിന്ന് സിയാറത്തിനും ഇറങ്ങണം. ഉപ്പയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാ അല്ലാ. അതൊക്കെ റെഡിയാവും. എന്നാൽ പോയിക്കോളെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അന്നതാ ഷമ്മാസ് പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. അത് കണ്ട് ഉമ്മ ചോദിച്ചു, അല്ല മോനെ ഇന്നെന്ത് എത്ര നേരത്തെ? ഉമ്മ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. രാത്രി ഒരാളെന്നെ വിളിച്ചിരുന്നു. അത് അട്ടപ്പാടിയിലേക്ക് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് ഞങ്ങളെ കൂടെ വന്നിട്ടൊന്ന് സെറ്റാക്കി തരുമോ, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. മോനെ, എൻ്റെ കുട്ടി ഇനിയിപ്പോൾ ഈ സമയത്ത് അതും ഈ കല്യാണമൊക്കെ അടുത്ത് നാളെ നമ്മൾ പെണ്ണ് കാണാൻ പോവല്ലേ, സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചേക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഉമ്മ ഇൻഷാ അല്ലാ കുറച്ച് കഴിഞ്ഞ് ഞാൻ വരുമല്ലോ. എന്നാ മോനെ വേഗം പോയിക്കോ. ഇത്ര നേരത്തിന് ഇറങ്ങും. ഇന്ന് ഷോപ്പിലൊന്നും പോകണില്ലല്ലേ? ഇല്ല ഉമ്മ, ഇന്നിപ്പോൾ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്നാലും ഉമ്മ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഉമ്മയുടെ കൈ പിടിച്ച് സലാം പറഞ്ഞുകൊണ്ട് അതാ ഷമ്മാസ് കാറിലേക്ക് പോകുന്നു. സത്യം പറഞ്ഞാൽ ആ ഉമ്മക്ക് ഷമ്മാസിൻ്റെ ആ ഒരു പോക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ കാക്ക് റഹ്മാനെ. ഇത്ര നേരത്തെ എവിടേക്കാണ്? അട്ടപ്പാടിയിലേക്കോ?
എവിടേക്ക് പോകണമെന്നാവോ, അള്ളാഹു അഹലം. ആ എന്നാൽ ശരി കേട്ടോ, പോയിട്ട് വരാം. ഒരിക്കൽ കൂടി ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് അതാ ഷമ്മാസ് നേരെ പുറപ്പെടുന്നു. അപ്പോഴും അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഷമ്മാസ് ഇറങ്ങിയോ? ആ ഞാനിറങ്ങി. അപ്പോൾ നിങ്ങൾ ആ ജംഗ്ഷനിലേക്ക് അങ്ങോട്ട് പോന്നോളൂ. ഒരു ജംഗ്ഷൻ്റെ പേര് പറഞ്ഞ് ആ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, എന്ന് നമുക്ക് അവിടെ വെച്ച് കാണാം. പിന്നെ ലൊക്കേഷൻ വിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെ കണ്ടില്ലെങ്കിലും ആ ലൊക്കേഷൻ അനുസരിച്ച് പോയാൽ മതി കേട്ടോ. ഞങ്ങളവിടെ ഉണ്ടാകും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ടീംസ് അവിടെ ഉണ്ട്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിച്ച് പോരാലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ശരി. ഷമ്മാസ് അതാ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്തണം. നാളെ എൻ്റെ ഹിജാബിയെ പെണ്ണ് കാണാൻ പോവുകയാണ് ഞാൻ. അതിനു വേണ്ടി ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.